നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹത്തിൻ്റെ സഹായഹസ്തവുമായി സമരിയാൻ എന്ന് കടന്നു ചെല്ലുന്നത് ചാലക്കുടിയിൽ 13-ാം വാർഡ് കൂടപ്പുഴയിൽ താമസിക്കുന്ന കവിത രമേശിൻ്റെ അരികിലേക്കാണ്. എൻ്റെ പേര് ഷൈജ സുനിൽ. ഞാൻ വാർഡ് 13-ലെ കൗൺസിലറാണ്. എൻ്റെ വാർഡിൽ താമസിക്കുന്ന രമേശ് കങ്ങാടൻ ഹൗസ്. രമേശിൻ്റെ ഭാര്യ, 2 പെൺകുട്ടികൾ, ഒരമ്മ അടങ്ങുന്നതാണ് രമേശിൻ്റെ കുടുംബം. രമേശിൻ്റെ ഭാര്യയ്ക്ക് ഒരു 10 വർഷത്തിൽ മേലെയായി കിഡ്നി സംബന്ധമായ അസുഖമാണ്. ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് അവൻ ഉപജീവന മാർഗം നടത്തുന്നത്. 2 പെൺകുട്ടികളും അമ്മയ്ക്ക് വയ്യാത്തതാണ്. ഭാര്യയുടെ അസുഖത്തിൻ്റെ ചിലവും കുട്ടികളുടെ പഠിപ്പും കുടുംബത്തെ കാര്യവും അമ്മയുടെ ശുശ്രൂഷയുടെ കാര്യം എല്ലാം കൂടി അവന് ഈ ഒരു ഓട്ടോ ഓടിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാമ്പത്തികമായി വളരെയധികം പിന്നിലോട്ട് ആണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ. എല്ലാ രീതിയിലും അവന് ആകെയുള്ളൊരു വരുമാന മാർഗം ഈ ഒരു ഓട്ടോ ഓടിച്ച് കിട്ടുന്നതിലൂടെ തന്നെ അവന് ചെയ്യണം. അത്രയധികം പ്രയാസപ്പെട്ടിട്ടാണ് ഇപ്പോഴും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കവിതയ്ക്ക് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണം. അതിന് വേണ്ടുന്ന മരുന്ന് കാര്യങ്ങൾ എല്ലാം വാങ്ങുന്നതിന് ഭയങ്കര ഞെരുക്കത്തിലാണ് രമേശിനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം അവന് കഷ്ടപ്പാടും ദുരിതമാണ്. എല്ലാതും അവന് ഈ തുച്ഛമായ വരുമാനത്തിൽ വേണം അവന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അവന് എന്താ പറയുക, വിഷമഘട്ടങ്ങൾ ആണ്. അമ്മയ്ക്ക് വയ്യ, 2 പെൺകുട്ടികൾ പഠിപ്പിക്കണം, അവരുടേതായ ആവശ്യങ്ങൾ നടത്തണം, ഭാര്യയുടെ അവസ്ഥ ഇങ്ങനെ, പിന്നെ സഹായത്തിന് മറ്റാരും ഇല്ല. സമരിയാൻ എന്ന പ്രോഗ്രാം കാണുന്ന നല്ല മനുഷ്യർ എല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് സഹായിക്കണം. നിങ്ങളുടെ ഒരു കൈത്താങ്ങ് ഉണ്ടെങ്കിൽ ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടും. അതായത് രമേശിൻ്റെ കഷ്ടപ്പാട് ദുരിതത്തിൽ നിന്ന് അവരൊന്ന് കരകയറും. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി സഹായിക്കണം. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും അവരെ കൊണ്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചാലക്കുടിയിലെ ആനമല ജംഗ്ഷനിൽ ഓട്ടോ ഡ്രൈവറായ കങ്ങാടൻ രമേശിൻ്റെ ഭാര്യയാണ് 46 വയസ്സ് പ്രായമുള്ള കവിത. 10 വർഷക്കാലമായി 2 കിഡ്നികളും തകരാറിലായി കവിത ഒരു മാറാരോഗിയായി ഈ വീട്ടിൽ കഴിയുന്നു. ഓട്ടോ ഡ്രൈവറായ രമേശിന് രോഗിയായ ഭാര്യ കവിതയും 2 പെൺകുട്ടികളും രോഗാവസ്ഥയിൽ തന്നെ കഴിയുന്ന അമ്മയുമാണുള്ളത്. എൻ്റെ പേര് രമേശ്. ചാലക്കുടിയിൽ താമസിക്കുന്നു. 13-ാം വാർഡ് കൂടപ്പുഴ. എൻ്റെ വൈഫ് കവിത. എനിക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. വയസ്സായ ഒരു അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ തൊഴിൽ, ഞാനൊരു ഓട്ടോ ഓടിക്കുന്നു. ആനമല ജംഗ്ഷനിലാണ് ഞാൻ ഓട്ടോ ഓടിക്കുന്നത്. എൻ്റെ വൈഫിന് ഒരു 10 വർഷം മുമ്പ് കിഡ്നി സംബന്ധമായിട്ടൊരു അസുഖം ഉണ്ടായിരുന്നു. ഞങ്ങളറിയുന്നത് ഒരു ഗണത്തിൻ്റെ ഒരു ബ്ലഡ് നിർണയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ, പ്രഷർ, ഷുഗർ, പിന്നെ ഇതൊക്കെ ചെക്ക് ചെയ്തപ്പോൾ പ്രഷറാണ് അതിൽ കൂടുതൽ കണ്ടത്. അപ്പോൾ ആ സിസ്റ്റ് ഞങ്ങളുടെ മറ്റേ പുരുഷഗണമാണത് ചെയ്തത്. അപ്പോൾ അവിടെ വന്നിരുന്ന സിസ്റ്റർമാർ എൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ്റെ വൈഫിന് പ്രഷർ ഇത്തിരി കൂടുതലാണ്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളും, ഡോക്ടർ ഒന്ന് കണ്ടോളും എന്ന് പറഞ്ഞു. ഞാൻ നേരെ വൈകുന്നേരം വന്നിട്ട് വൈഫിനോട് പറയുണ്ടായി. വൈഫ് പറഞ്ഞു, എനിക്കങ്ങനെ പ്രഷറിനുള്ള കുഴപ്പമൊന്നുമില്ല, എനിക്കങ്ങനെ യാതൊരു പ്രോബ്ലം ഒന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട്
അത് കുഴപ്പമില്ല ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചക്കാലം ഞങ്ങൾ കൊണ്ട് നടന്നു. അപ്പോൾ വീടിൻ്റെ അടുത്തൊരു നേഴ്സ് ഉണ്ടായിരുന്നു. അത് എൻ്റെ വൈഫിനെ കണ്ടപ്പോൾ അപ്പോൾ വൈഫ് ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ജോലിക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഒരു 5 മണി സമയത്ത് വരുമ്പോൾ ഈ നേഴ്സ് കണ്ടപ്പോൾ നേഴ്സ് പറഞ്ഞു, മോളെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥ ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഈ കയറ്റം കയറി വന്ന എൻ്റെ ഒരു കിതപ്പായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വൈകുന്നേരം വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ എനിക്ക് എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എന്നാൽ നമുക്ക് നാളെ ഒന്ന് ഡോക്ടറെ കണ്ടാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു വൈകിട്ട് ഒരു 5 മണി സമയത്ത് ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നവാസ് ഡോക്ടറല്ല, ഫസ്റ്റ് കേശാരിയിലാണ് ഞങ്ങൾ കണ്ടത്. കണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രഷർ നല്ല പ്രഷറിലാണ് നിൽക്കണം, നമുക്കത് പറയാനറിയില്ല എന്തോരം പ്രഷറാണ്. ആ പ്രഷർ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്തു, ഗുളിക കൊടുത്തിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഗുളിക കൊടുത്തിട്ട് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഈ പ്രഷർ കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ കേശാലിലെ ഡോക്ടർ പറഞ്ഞു, നാളെ നമ്മുടെ ഒരു ഫിസിഷ്യൻ ഉണ്ട്, ആളൊന്ന് വന്ന് കാണാം. അപ്പോൾ നവാസ് ഡോക്ടറാണ്, അപ്പോൾ ആളൊന്ന് വന്ന് കണ്ടു കഴിയുമ്പോൾ ഒന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നവാസ് ഡോക്ടറെ പോയി കണ്ടു. ആളെ കണ്ട് ആൾ ബ്ലഡ് ടെസ്റ്റിനൊക്കെ എഴുതി തന്നു. ഈ ബ്ലഡൊക്കെ എടുത്ത് ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ റിസൾട്ട് ഒരു 12 മണി 1 മണി ആവുമ്പോൾ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചേട്ടൻ നേരത്തെ പോകുന്നു, നമുക്ക് വേഗം തന്നെ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു 11 മണി ആയപ്പോഴേക്കും അവർ റിസൾട്ട് വന്നു. ഇത് സാറിനെ കൊണ്ട് കാണിച്ചു. സാറിനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് വിശദമായിട്ട് ഇത്തിരി കുഴപ്പമുണ്ട് ആൾക്ക്, അപ്പോൾ വിശദമായിട്ട് അറിയണമെങ്കിൽ മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോകാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് കുഴപ്പമില്ല സാറേ, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഒരു 2-3 ദിവസം അവിടെ അഡ്മിറ്റായിട്ട് കിടക്കേണ്ടി വേണ്ടി വരും, അതിന് കൺസൾട്ടേഷനിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ശരി സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 3 ദിവസം അവിടെ അഡ്മിറ്റായി കിടക്കാവുന്ന രീതിയിൽ ഇവിടുന്ന് പുതപ്പും തലോണയും സാധനങ്ങളൊക്കെ കയറ്റി എനിക്ക് സ്വന്തമായിട്ടൊരു ചെറിയ ഓട്ടോറിക്ഷയുണ്ട്. ആ ഓട്ടോറിക്ഷയും കൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഞാനും വൈഫും കൂടി പോയി. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ ഭവനത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും രോഗവും ദുരിതവുമായി സാമ്പത്തിക കടബാധ്യതയിൽ ഞെരുങ്ങിക്കഴിയുകയാണ് രമേശനും കുടുംബവും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ചെറിയൊരു ജോലിയുമായി ഭർത്താവിനൊപ്പം കുടുംബം നോക്കി വരികയായിരുന്നു കവിത. ഇടയ്ക്കിടെ ഉണ്ടാകാറുള്ള ചില ശാരീരിക രോഗലക്ഷണങ്ങൾ കാരണം ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ചെന്ന് ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് തുടർ ചികിത്സയിൽ കവിതയ്ക്ക് കിഡ്നി രോഗമാണെന്ന് തിരിച്ചറിയുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെത്തി. അവിടെ ഡോക്ടറെ കണ്ടു. അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ആദ്യം ഞങ്ങൾ പ്രഷറൊക്കെ ചെക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് എഴുതി തന്നു. കഴിഞ്ഞു. റിസൾട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ റിസൾട്ട് കിട്ടി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നു, ടെസ്റ്റുകളൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഒരു ഓണക്കാലമായിരുന്നു അന്ന്. 10 വർഷം മുൻപ് ഒരു ഓണക്കാലത്തിൻ്റെ അടുത്തായിരുന്നു നമുക്കിത് ഈ അസുഖം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചത്. കിഡ്നി ചുങ്ങിപ്പോണെന്നാണ് പറഞ്ഞത്, ലെഫ്റ്റിന്. ഇത് കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു മാസത്തെ ഗുളികയും തന്നു. ഞങ്ങൾ ഓണത്തിന് അവിടെ നിന്ന് ഞങ്ങൾ പോന്നു. ഓണക്കാലം അവധിയൊക്കെ ഇത് കഴിഞ്ഞൊക്കെ ഈ ഗുളികയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ ഓടിക്കുന്ന കാരണം നമ്മുടെ കൂട്ടുകാരന്മാരുടെ അടുത്ത് ചോദിച്ചു, ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖത്തിന് ഏറ്റവും നല്ല ഡോക്ടർ ഏതാണോ എന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ജൂബിലി ജോൺ ഡോക്ടറുടെ പേരാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി ആളെ കണ്ടു. ഫസ്റ്റ് ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ ആളൊരു 5 ദിവസത്തേക്കുള്ള ഗുളിക തന്നു, ഒരാഴ്ചയ്ക്കുള്ള ഗുളിക തന്നു. അത് കഴിച്ചു. പിന്നെ ചെല്ലാൻ പറഞ്ഞു. പിന്നെ ചെന്നപ്പോൾ ഈ വൈഫിൻ്റെ കാലുമൊക്കെ നീരുണ്ടായിരുന്നു. ഓട്ടോയിൽ കുത്തിയിരിക്കുകയായിരുന്നു. വൈകിട്ട് ഞങ്ങൾക്കൊരു വൈകിട്ടത്തെ നമ്പർ കിട്ടിയേ. അപ്പോൾ സാറിനെ കാണിച്ചു. സാറ് പറഞ്ഞു, ആൾക്ക് ഇത്തിരി സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ എന്താണ് ഡയാലിസിസ് എന്നിട്ടാണെന്ന് എനിക്കൊന്നും അറിയില്ല. അങ്ങനെയൊക്കെ ഈ അവിടെ നിന്ന് ഒരു 2-3 ദിവസം അവിടെ അഡ്മിറ്റായി കിടന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ജോസ്കോ, അങ്കമാലിയിലുള്ള ജോസ്കോ വഴി ഒരു ഡയാലിസിസിൻ്റെ കിറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാർഡ് കൗൺസിലർ, അന്നത്തെ വാർഡ് കൗൺസിലർ ഗണേശേട്ടനായിരുന്നു, നമ്മുടെ 13-ാം വാർഡിലെ. ആ ഗണേശേട്ടനെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആളാ ഒരു ലെറ്റർ തന്നു. അതും കൊണ്ട് ഞാൻ
ജോസ്കോയിൽ പോയി. ജോസ്കോയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡയാലിസിസിൻ്റെ കിറ്റ് കിട്ടി. ആ കിറ്റ് കിട്ടിയപ്പോൾ എൻ്റെ കാര്യം ഇത് കയ്യിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ, നമുക്കറിയില്ലല്ലോ ഇത് ചീത്തയാവുമെന്ന് വെച്ചിട്ട് നമ്മൾ എലൈറ്റിൽ പോയി സാറിനെ കണ്ടു. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അത് കവിതയുടെ പേരും പറഞ്ഞിട്ട് ഡയാലിസിസ് റൂമിൽ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കൊണ്ട് പറഞ്ഞു, അവരെ കൊണ്ടുവച്ചു. അതൊക്കെയാണ് ഡയാലിസിസ് റൂം ഞാൻ അപ്പോൾ കാണുന്നുള്ളൂ. അതവിടെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഡോക്ടറെ കാണേണ്ട ടൈമായപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിസ്റ്റുല ഇടാന്ന് പറഞ്ഞു. ഫിസ്റ്റുല എന്ന് വെച്ചിട്ടൊന്നും അറിയില്ല. അങ്ങനെ അവിടെ ഇവള് സമ്മതിച്ചില്ല ഫസ്റ്റൊന്നും. എന്നിട്ട് ഞാനും ചേട്ടനും ഒക്കെ നിർബന്ധിച്ച് ഒരു ഫിസ്റ്റുലിട്ട രോഗി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ രോഗിനെയും കൊണ്ട് വാടി കൊണ്ട് കാണിച്ചു കൊടുത്തു. ഇതാണ് ഫിസ്റ്റുല എന്ന് പറഞ്ഞ കഴിയുമ്പോൾ ഒരു ചെറിയ സാധനമാണ്, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് സമാധാനമായിട്ട് അത് സമ്മതിച്ചത്. അന്ന് ഫിസ്റ്റുലിട്ടു. അപ്പോൾ നമുക്ക് എന്നിട്ടാന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഫിൽറ്റർ ഈ ട്യൂബ് കിട്ടിയപ്പോൾ കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് ഡയാലിസിസ് തുടങ്ങിയല്ലെങ്കിൽ അവസ്ഥ കൂടുതലായിരിക്കുന്നു. അങ്ങനെ കഴുത്തില തുടയിലത്തെ ചെരുപ്പ് പൊട്ടിച്ചിട്ടാണ് ഫസ്റ്റ് ഡയാലിസിസ് എൻ്റെ വൈഫിന് ചെയ്യുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്തുകൊണ്ട് കവിതയുടെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നു. 10 വർഷത്തോളമായി ഹോസ്പിറ്റലും ചികിത്സയും മറ്റു മരുന്നുകൾക്കുമായി ധാരാളം പണം ഇതിനകം ഇവർ മുടക്കിക്കഴിഞ്ഞു. അന്നൊക്കെ ഒരുപാട് കാശ് ചെലവ്, പിന്നെ മനസ്സിന് ദുഃഖങ്ങൾ, പിന്നെ പിള്ളേരൊക്കെ അന്ന് ചെറുതാണ്. അപ്പോൾ അവരുടെ കാര്യം നോക്കണം. ഇതൊന്നും ഓട്ടോറിക്ഷ ഓടിക്കാൻ സമയമില്ല. പിന്നെ കയ്യിൽ നമുക്ക് സമ്പാദ്യങ്ങളില്ല. അന്നുണ്ടായിരുന്ന കാശുകൾ അവളുടെ സ്വർണ്ണങ്ങളൊക്കെ പണയം വയ്ക്കുക. ഈ എലൈറ്റിൽ തന്നെ നല്ലൊരു രൂപ ചിലവായിട്ടുണ്ട്. 4 കൊല്ലത്തോളം എലൈറ്റിൽ ഡയാലിസിസ് നടത്തി. ഇതൊക്കെ ഈ നമ്മുടെ ഇവളുടെ സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ പണയം വെച്ചാണ് ചെയ്തത്. പിന്നെ വീട്ടിലാരുമില്ല. അമ്മയാണെന്നുണ്ടെങ്കിൽ രോഗിയാണ്. അമ്മ ഹാർട്ടിൻ്റെ അസുഖം, ഇതിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയാണ്. കണ്ടമാനം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ആണെങ്കിൽ അന്ന് അമ്മ ഗുളിക കഴിച്ചിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് ലേശം കിഡ്നിക്ക് ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അമ്മയുടെ ചികിത്സ ഒരു വഴിക്ക്. അപ്പോൾ അമ്മ അത് ഇങ്ങനെ നടക്കണ്. അമ്മ പിന്നെ ESI ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, IVGയിൽ ക്ലിനിക്കിലുണ്ടായിരുന്നു. അപ്പോൾ ESIയിലുണ്ട് അമ്മ. അപ്പോൾ ESI വഴി കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് കാരണം ചെറുതായിട്ട് ഇങ്ങനെ പോണു കാര്യങ്ങൾ വ്യക്തമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കങ്ങൾ. പിന്നെ ഈ അടുത്ത കാലത്ത് ആള് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളിവിടെ ബാക്ക് ഭാഗം ഇത്തിരി ഇതായിട്ട് കിടക്കണം. കാരണം അവിടെ നമ്മൾ അകം നമുക്ക് യൂസ് ചെയ്യണ പോലെയല്ല, അടുക്കള ഭാഗമൊക്കെ വീഴാറായി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആൾ പിടിച്ചാണ്ട് ഇറങ്ങി. അപ്പം ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട്. രാവിലെ ഒരു 7 മണി ടൈമാണ്. അപ്പം ഞാൻ ബെഡ്റൂമിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഓട്ടോ ഓടിച്ച് വന്ന് വയ്യാണ്ട് കിടക്കുമ്പോൾ പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ ഏറ്റവും വന്ന് നോക്കിയപ്പോൾ ആൾ ഫിക്സ് വന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ച് കണ്ണൊക്കെ മുകളിലേക്ക് പോയി കാലൊക്കെ മടക്കി ആകെ കണ്ട്. ഞാൻ കുറേ നേരം കുലിച്ച് വിളിച്ചു. അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് ബെഡും വിട്ടു. അപ്പം എൻ്റെ തന്നെ അമ്മ ഓടിപ്പോയി ചേച്ചിനെ വിളിച്ചിട്ട് വന്നു. ചേച്ചി വന്നു. കാലിൻ്റെ അടിയൊക്കെ തിരുമ്പി. അപ്പോൾ ആൾ ഇത്തിരി കണ്ണൂർന്നു ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോഴേക്കും ഞങ്ങൾ വേഗം 108 ആംബുലൻസ് വിളിച്ചു. 108 ആംബുലൻസ് വന്ന് വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് വന്നപ്പോഴേക്കും ഇവിടെ ഞാൻ അവരുടെ സ്ട്രെച്ചറിൻ്റെ വരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് വന്ന് ഇവിടെ തോളത്തിട്ടിട്ട് ഇവിടുന്ന് നടന്ന് ഒത്തിരി ദൂരം അങ്ങോട്ട് നടന്നു പോയി ആംബുലൻസിൽ കയറ്റി അവിടെ ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഈ ഫിക്സ് വന്നതിന് ശേഷം അവിടെ ചെന്ന് നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഭക്ഷണം, അതായത് രാവിലെ ഇത് മേടിക്കണം. പിന്നെ നമ്മുടെ അവിടെ ഭക്ഷണം വരുന്നത് അതൊക്കെ മേടിച്ച് കഴിക്കുക, എല്ലാ ടെസ്റ്റുകളും. പിന്നെ അവിടെ നിന്ന് സാമ്പത്തിക മുറുക്കങ്ങൾ. അവിടെ അഡ്മിറ്റായി ഒരാഴ്ച കിടന്നു. അത് കഴിഞ്ഞ് പോന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ ഈ അടുത്തിടെ ആൾ തണ്ടലിടിച്ച് വീണപ്പോൾ അത് MRI സ്കാൻ ചെയ്യുന്നു. ഇതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് ഇവിടുന്ന് നേരിട്ട് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഈ 108 തന്നെ വിളിച്ചിട്ട് നേരിട്ട് മെഡിക്കൽ കോളേജിൽ വന്നു. അവിടെ കിടന്നു. MRI സ്കാനിങ്ങിന് എഴുതി. പിന്നെ അവിടെ കിടന്ന ചിലവുകളും പിന്നെ എന്നിട്ട് പറയാം. അപ്പോൾ ഓട്ടോ ഓടിക്കാനുള്ള സമയം കിട്ടണില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ ഒരു ചെറിയ ഡിസ്കിനല്ല, ഈ തണ്ടലിൻ്റെ എല്ലിന് ചെറിയ സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞു. ആ ബെൽറ്റ് നമ്മൾ മേടിച്ച് അതൊക്കെ ഇട്ട് ആണ് ഇപ്പം മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ ആൾക്ക് നടക്കാൻ വയ്യ. അപ്പോൾ ആ പോക്കോട് കൂടി കഴിഞ്ഞ ഒരു 10-ാം മാസത്തിലാണ് വീഴുന്നത്.
കഴിഞ്ഞ കൊല്ലം 10ാം മാസത്തിൽ വീണ് കഴിഞ്ഞിട്ട് നമ്മൾ ആ എക്സ്റേക്ക് എടുത്തൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം മെഡിസിൻ പുറത്തുനിന്നാണ് മേടിക്കുന്നത്. മെഡിസിൻ നമുക്ക് പാലിറ്റീവ് കെയറിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കിട്ടും, ബാക്കിയൊക്കെ പുറത്തുനിന്ന്. അപ്പോൾ ഒരു മാസത്തെ ഗുളിക നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ഒരു 3000 രൂപയുടെ അടുത്ത് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഓട്ടോ ഓടിച്ച് കിട്ടുന്നത് അപ്പോൾ ഒരു 10 ദിവസത്തെ ഗുളിക അല്ലെങ്കിൽ 5 ദിവസത്തേക്കാണ് മേടിച്ച് വെച്ചു. ചില ആഴ്ചയിൽ മേടിക്കാൻ കാശ് തരില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് വണ്ടി ഓടും, അതിൽ ഡീസൽ ചിലവ്. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 1000 രൂപയ്ക്ക് ഓടും. 1000 രൂപയ്ക്ക് വണ്ടി ഓടുമ്പോൾ ഞാനത് എടുത്തിട്ട് ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 10-700 ഉണ്ടാവും. അപ്പോൾ ഇവിടെ അരി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കാര്യം അരിയുടെ കുഴപ്പമില്ല. ബാക്കി മുളക് മറ്റുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ അത് കുറച്ച് ദിവസം മേടിക്കുള്ളൂ. അത് മേടിച്ച് കഴിയുമ്പോൾ ബാക്കി ബാലൻസ് 200 ഉണ്ടാവും. പിന്നെ മൂത്ത മോള് പഠിക്കുന്നത് കോളേജിലാണ്, അതിന് ഫീസ് കൊടുക്കണം. ഫീസ് 6 മാസം കൂടുമ്പോൾ 11 ചില്ലറയാണ് അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പിന്നെ അമ്മയുടെ ചികിത്സയും പിന്നെ ഇവളുടെ ചികിത്സയും പിന്നെ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോൾ 3 ആക്കി, ആഴ്ചയിൽ 3 തവണയാക്കി ഇപ്പോൾ ഡയാലിസിസ്. ആഴ്ചയിൽ 3 തവണയായിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോ ഓടിക്കാൻ ടൈം കിട്ടിയാലല്ലേ വീട്ടിലേക്ക് വരായുള്ളൂ. അപ്പോൾ ഈ ഒരു 10ാം മാസം മുതൽ ഭയങ്കര ഇരിക്കുന്ന വെച്ചാൽ ഇപ്പോൾ ഉള്ള ചെയിനും കൂടി പണയം വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് വണ്ടിക്ക് ടെസ്റ്റായി. ഇപ്പോൾ ടെസ്റ്റിന് വരെ ഫീസ് അടയ്ക്കാനില്ല. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് വണ്ടിയുടെ ഇഞ്ചൻ കംപ്ലൈൻ്റായി, ഇഞ്ചൻ പണിതു. 20,000 രൂപയോളം ഇഞ്ചൻ പണിത് ആയി. ഇനി ടെസ്റ്റിന് പണിയാൻ കാശില്ലാണ്ട് നിൽക്കുകയാണ്. എല്ലാം കൊണ്ട് എന്നിട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടൊരു എന്നിട്ടാ പറയുക, അപ്പോൾ നമ്മുടെ വൈഫിനെ നമുക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിലായത് ഒരേ കാണുന്ന വ്യക്തികൾ ഞങ്ങളും എൻ്റെ കുടുംബത്തിനും സഹായിച്ചാൽ വളരെയധികം ഉപകാരമായിരിക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിച്ചോളൂ. നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും സഹായിച്ചിട്ടാണ് ഇതുവരെ ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തികച്ചും ദാരിദ്ര്യവും കഷ്ടപ്പാടും സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഈ കുടുംബത്തിന് വേണ്ടി നമുക്കും കൈകോർക്കാം. സാമ്പത്തികമായി ഇവരെ നമുക്ക് സഹായിക്കാം, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആദർശ് എന്ന 14 വയസ്സുകാരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് ആദർശിൻ്റെ പിതാവ് പ്രസാദ് നാരായണനാണ്. അവരുടെ വീട് കട്ടപ്പനയടുത്ത് കാഞ്ചിയാർ എന്ന സ്ഥലത്താണ്. ജനിച്ചപ്പം മുതൽ ഈ ആദർശ് ഒരു രോഗിയായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് മുതൽ ചികിത്സയും ആശുപത്രിയുമായിട്ട് അവർ കഴിയുകയാണ്. 4 വർഷം മുമ്പ് മുതൽ ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് ഡയാലിസിസ് തുടങ്ങി. പാല മാർസ്ലീവ മെഡിസിറ്റിയിലാണ് ആ കുഞ്ഞിൻ്റെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ സ്കൂളിൽ പോകാനോ പഠിക്കാനോ ആയിട്ട് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രസാദും ഒരു രോഗിയാണ്. മാതാവിൻ്റെ കൂലിപ്പണി കിട്ടുന്ന കാശുകൊണ്ടാണ് അവരുടെ കുടുംബം പുലർന്നു പോകുന്നത്. അതുപോലെ ഇപ്പോഴത്തെ ചികിത്സയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടൊക്കെയാണ്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് TV ഈ ആദർശനെ കുറിച്ച് അറിയുവാനും ഗുഡ്നസ് TVയിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാനും ഇടയായത്. ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അവരുടെ പല ആവശ്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് ഈ കുഞ്ഞിന് വേണ്ടി പണം മാറ്റിവെക്കാനായിട്ട് അവർ തയ്യാറായതിൻ്റെ ഫലമായിട്ട് 2,02,000 രൂപ സമാഹരിക്കുന്നതിനായിട്ട് സാധിച്ചു. ഈ അവസരത്തിൽ ഗുഡ്നസ് TVയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഈ തുക
ആദർശിൻ്റെ പിതാവ് പ്രസാദിന് ഞാനിപ്പോൾ കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാർ, ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾ സഹായിച്ചതുകൊണ്ടാണ്, നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് ഇതിനെ കണ്ട് മുന്നോട്ട് വരുന്നതിന് നിങ്ങൾക്ക് സാധിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും ആദർശിന് വേണ്ട ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിനും നമുക്ക് സാധിച്ചത്. നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ കാണിച്ച ഈ സ്നേഹത്തിനും ത്യാഗത്തിനും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ പല ആവശ്യങ്ങളും പല അത്യാവശ്യങ്ങളും തന്നെ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ തുക കണ്ടുപിടിച്ചത് ഈ ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകുന്നതിനായിട്ട്. ദൈവം നമ്മെ അനുഗ്രഹിച്ചതുകൊണ്ടാണ്, നമുക്ക് ആയുസ്സും ആരോഗ്യവുമൊക്കെ തന്നതുകൊണ്ടാണ് നമുക്ക് ഈ സഹായ നിധിയിൽ പങ്കുചേരാനായിട്ട് സാധിച്ചത്. ഒരിക്കൽ ഒരാൾ എനിക്ക് പണം അയച്ചു തന്നപ്പോൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഈ പണം തരുന്നു, ഞാൻ ആലോചിക്കുകയായിരുന്നു, എനിക്കാണ് ഈ അസുഖം വന്നിരുന്നത് എങ്കിൽ എനിക്കിങ്ങനെ തരാനായിട്ട് സാധിക്കുമായിരുന്നു, എന്തുമാത്രം പണം ഇതിലും കൂടുതൽ ഞാൻ ചെലവഴിക്കേണ്ടി വരികയില്ലായിരുന്നു. ദൈവം എന്നെ രോഗത്തിൽ നിന്നും കാത്തു രക്ഷിച്ചത് കൊണ്ടല്ലേ എനിക്ക് കാശുള്ളതും തരാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നതും എന്ന്. അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്, അവരുടെ കണ്ണുനീര് ഒപ്പുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമെന്ന് ഞാൻ ഓർക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഈ നല്ല മനസ്സിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഈ ആദർശനെ നമുക്ക് ഓർക്കാം, സമർപ്പിച്ച ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗസൗഖ്യത്തിനായിട്ടും ആരോഗ്യത്തിലേക്കും കടന്നു വരുന്നതിനുള്ള എല്ലാ അനുഗ്രഹവും കൃപയും ദൈവം നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടി വിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സമരിയാൻ എന്ന പ്രോഗ്രാം കണ്ട് എൻ്റെ മകൻ്റെ അവസ്ഥ അറിഞ്ഞ് ഞങ്ങളെ സഹായിച്ച എല്ലാ നല്ലവരായ ആൾക്കാരെയും നന്ദി അറിയിക്കുന്നു.